ഹലോ, ഞാൻ ലിബിൻ. അപ്പം ഞാനിന്ന് ഒരു സിനിമ റിലീസായി, കുണ്ടന്നൂരിലെ കുൽസിത ലഹള പടം. അതൊരു കോമഡി പടം എന്ന് പറഞ്ഞാണ് മറ്റേ ബുക്ക് മൈ ഷോയിലൊക്കെ കണ്ടത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് കയറിയത്. പിന്നെ ഞാനത് പണിക്ക് ഞാൻ കയറിയില്ല. മറ്റേ പണി ജോജുവിൻ്റെ സിനിമ, അപ്പോൾ ആ സിനിമയ്ക്ക് ഞാൻ കയറിയില്ല. കാരണം അത് വൈകുന്നേരം രാത്രി എപ്പോഴെങ്കിലും കാണാമെന്ന് വിചാരിച്ചു. കാരണം മറ്റേ കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്ന് പറഞ്ഞ പടം അതാകെ 2 തിയേറ്ററിലേ ഉള്ളൂ. ഇവിടെയും മറ്റേ വനിതയിലും പിന്നെ എവിടെയാ കവിതയോ അവിടെ എങ്ങാണ്ട് കണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കയറി കണ്ടു. പടം ഒരു രീതിയിൽ എനിക്ക് വർക്കായില്ല. ഞാനിന്ന് റിവ്യൂ ഒന്നും പറഞ്ഞില്ല, കാരണം ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ പേജിൽ എനിക്കൊന്നും വേണമെങ്കിലും പറയാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയണേ, എനിക്ക് പടം ഒട്ടും വർക്കായില്ല. പടത്തിൻ്റെ തുടക്കം കാണിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. മറ്റേ ക്രിക്കറ്റിലൊക്കെ ഓരോരുത്തരെ ബാറ്റിങ്ങിനും ബോളിങ്ങിനും വന്ന ഓരോരുത്തരെ കാട്ടണ പോലെ അതിൽ ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നത്. അതായത് 2 എങ്ങനെ പറയുക, കുടുംബശ്രീ അങ്ങനത്തെ കൂട്ടങ്ങളില്ലേ, അതായത് കുടുംബശ്രീ, ഈ തൊഴിലുറപ്പ് പദ്ധതി, അങ്ങനെയുള്ള രണ്ട് മെയിനായിട്ട് ഈ പടം ഒരു മറ്റേ സ്ത്രീ കഥാപാത്രങ്ങളുള്ള പടമാണ് ഇതിലും വന്നത്. പിന്നെ എനിക്ക് അഭിനയിച്ച ഒരാളുടെ പേര് അറിഞ്ഞൂടാ, അതാണ് ഒന്നാമത്തെ കാര്യം. വീണ നായർ, അവരുടെ പേര് എനിക്കറിയാം. അതേപോലെ ഒട്ടും എനിക്ക് ഒരു ഇത് തോന്നിയിരുന്നില്ല. ആകെ ഈ വെറുപ്പിച്ച് കയ്യിൽ തരുന്നില്ലേ, അതാണ് എനിക്ക് പടം കണ്ടിട്ട് തോന്നിയത്. അതിൽ ഒരു ചെറിയൊരു കഥയുള്ളൂ. കഥ എന്ന് പറഞ്ഞാൽ ഒരു മോഷണം നടന്നു, ആ സംഭവത്തിൻ്റെ പ്രതികാരം ചെയ്യണം. മോഷണമല്ല, ഒരു വീട്ടിൽ കയറിയപ്പോൾ 2 കള്ളന്മാരെ പിടിച്ചു. അപ്പം അതിനുള്ള പ്രതികാരം ചെയ്യുന്ന രീതിയിലാണ് കഥ. ആ ഒരു ചെറിയൊരു ഭാഗം കാട്ടണേന് വലിച്ചു നീട്ടി റബ്ബർ ബാൻഡ് പോലെയാണ് പടം കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടാണ്ട് പോയത്. എന്തായാലും പടം കണ്ടില്ല എന്നല്ല, പടം കണ്ടതിൻ്റെ ഒരു തൃപ്തി എനിക്ക് കിട്ടിയില്ല.